അസാധ്യത്തെ പോലും സാധ്യമാക്കാൻ ജനിച്ചവൻ, വിശപ്പിനേക്കാൾ വലിയ ദൗത്യം ഏറ്റെടുത്തവൻ. അവൻ ഗരുഡൻ. വിശപ്പിൻ്റെ തീയിൽ കത്തുന്ന മനസ്സുമായി ഗരുഡൻ തൻ്റെ പിതാവായ കശ്യപ മഹർഷിയുടെ സന്നിധിയിലെത്തി. അപ്രതീക്ഷിതമായി പുത്രനെ കണ്ട മഹർഷി അവനെ സ്നേഹത്തോടെ നോക്കി ചോദിച്ചു, മനുഷ്യലോകത്തിൽ നിനക്ക് വേണ്ടത്ര ആഹാരം ലഭിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും വിഷമമുണ്ടോ മകനെ? ഗരുഡൻ ഒരു നിമിഷം നിശബ്ദനായി. ശേഷം തൻ്റെ ഉള്ളിലെ വേദന തുറന്നു പറഞ്ഞു, അമ്മയ്ക്കും ജ്യേഷ്ഠനും സുഖം തന്നെയാണ്, പക്ഷേ എൻ്റെ വിശപ്പ് അത് തീരുന്നില്ല. അമ്മയുടെ ദാസ്യം തീർക്കാൻ സർപ്പങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അമൃത് അപഹരിക്കുവാനായി ദേവലോകത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വിശപ്പടക്കാൻ ആയിരക്കണക്കിന് നിഷാദന്മാരെ ഭക്ഷിച്ചു, എന്നാലും എൻ്റെ വിശപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. പിതാവേ, ഈ വിശപ്പും ദാഹവും അവസാനിപ്പിക്കാൻ ഒരു മാർഗം ഉപദേശിച്ചു തരൂ. എനിക്ക് അമൃത് ദേവലോകത്തു നിന്നും അപഹരിക്കുവാനുള്ള ശക്തി ലഭിക്കണം. കശ്യപ മഹർഷി കണ്ണുകൾ അടച്ച് ആലോചിച്ചു. ശേഷം ഒരു രഹസ്യം മകനോട് തുറന്നു പറഞ്ഞു. പുത്ര, അവിടേക്ക് നോക്കൂ. അതാ ഒരു പുണ്യസരസ്. അതിൽ വളരെ വലിയ ഒരു ആനയും ഒരാമയും വളരെ കാലമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജയമോ പരാജയമോ ഇല്ലാതെ അന്യോന്യം കലഹിച്ചുകൊണ്ട് കഴിയുന്ന അവയെ എടുത്തുകൊണ്ടുപോയി കഴിച്ചാൽ നിന്റെ വിശപ്പ് മാറുന്നതാണ്. മാത്രവുമല്ല, അമൃതഹരണത്തിനു വേണ്ടിയുള്ള ശക്തി നിനക്ക് ലഭിക്കുകയും ചെയ്യും. ദേവലോകത്ത് വെച്ച് നിനക്ക് നേരിടേണ്ടി വരുന്ന യുദ്ധത്തിൽ നിനക്ക് വിജയവുമുണ്ടാകും. അമൃത് നേടാൻ പോകുന്ന നിന്റെ യാത്രയിൽ നിനക്ക് നേരിടേണ്ടി വരുന്ന യുദ്ധങ്ങളിൽ വിജയം നിനക്കായിരിക്കും. ആ വാക്കുകൾ കേട്ട ഗരുഡൻ കണ്ണുകളിൽ തീപ്പൊരി നിറച്ച് ആകാശത്തേക്ക് നോക്കി ഒരു മഹായാത്രയ്ക്ക് തയ്യാറായി. ഒരു സരസിൽ അവസാനമില്ലാത്ത ഒരു യുദ്ധം നടക്കുന്നു. ഒരു ആന, ഒരു ആമ. പക്ഷേ അവ സാധാരണ ജീവികളല്ല. ശാപത്താൽ ആനയും ആമയുമായി തീർന്നവർ. പണ്ടുകാലത്ത് വിഭാവസു എന്ന മഹർഷി ജീവിച്ചിരുന്നു. മഹാതാപസ്വി. പക്ഷേ വളരെയധികം മുൻകോപിയായിരുന്നു വിഭാവസു. അദ്ദേഹത്തിന് ഒരു അനുജനുണ്ടായിരുന്നു, സുപ്രതീകൻ. ശാന്തനും ധാർമ്മികനുമായിരുന്നു സുപ്രതീകൻ. ഒരു ദിവസം സുപ്രതീകൻ തൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു, പൈതൃക സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട്, അത് പങ്കുവെക്കണം. ഇത് കേട്ട വിഭാവസു ഒന്ന് ചിരിച്ചു. ശേഷം ശാന്തനായി പറഞ്ഞു, സ്വത്ത് പങ്കിട്ടാൽ സുഖം ലഭിക്കുമെന്ന് പലരും കരുതുന്നു. പക്ഷേ അതോടെ ബന്ധങ്ങൾ പിളരും. മിത്രമായി വരുന്നവർ അമിത്രങ്ങളായി മാറും. നമുക്ക് ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. പക്ഷേ സുപ്രതീകൻ ഇതൊന്നും കേട്ടില്ല. വീണ്ടും വീണ്ടും അവൻ അവകാശം ആവശ്യപ്പെട്ടു. അവസാനം വിഭാവസുവിൻ്റെ ക്ഷമ തീർന്നു. ക്രോധത്താൽ വിഭാവസു സുപ്രതീകനെ ശപിച്ചു. ധനലോഭിയായ നീ ഒരു ആനയായി മാറട്ടെ എന്ന്. അനീതിയിൽ വേദനിച്ച സുപ്രതീകൻ തന്നെ ശപിച്ച ജ്യേഷ്ഠനെ നോക്കി പറഞ്ഞു, നിരപരാധിയായ എന്നെ ശപിച്ച അങ്ങ് ഒരു ആമയായി വെള്ളത്തിൽ കിടക്കട്ടെ എന്ന്. ആ നിമിഷം മുതൽ അവർ രണ്ടുപേരും ഗജവും ആമയുമായി തീർന്നു. ഇന്ന് വരെ അവരുടെ വൈരാഗ്യം അവസാനിച്ചിട്ടില്ല. ആ പുണ്യസരസിൽ അവർ ഇന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ആനയുടെ വലിപ്പമാകട്ടെ 6 യോജന ഉയരം, 12 യോജന നീളം. ആമയുടെ വലിപ്പമോ 10 യോജന ചുറ്റളവ്, 3 യോജന ഉയരം. അവരുടെ ശക്തി, അവരുടെ ക്രോധം, അവരുടെ വൈര്യം അവസാനമില്ലാത്തത്. അവരെ കീഴടക്കാൻ, അവരെ രക്ഷിക്കാൻ അസാധാരണമായ ഒരു ശക്തി വേണം. അതുകൊണ്ടാണ് പിതാവായ കശ്യപ മഹർഷി ഗരുഡനോട് പറഞ്ഞത്, അവരെ കീഴടക്കൂ, നിനക്ക് ശക്തിയും വിജയവും ഉറപ്പാണ്.